പ്രേമ ആകെ കുഴപ്പായിരിക്കുക. ഇവിടെ ഉണ്ടായിരുന്ന വേലക്കാരി പെണ്ണില്ലേ, നേരം വെളുത്തപ്പോ മുതൽ അതിനെ കാണാനില്ല. സൈമൺ സാറ് വന്ന് നമ്മുടെ പണിക്കാരെയൊക്കെ ഒന്ന് കുടഞ്ഞു. ഞാനുള്ളത് കാരണം അത് അവിടെ കൊണ്ട് തീർന്നു. നമുക്ക് ഇവിടുത്തെ പണി പെട്ടെന്ന് തീർത്തിട്ട് വേഗം സ്ഥലം വിടാ. നീ ഒന്ന് റെഡിയായി ഒന്ന് പിടിച്ചേ. ആ, ഓരോരോ മാരണങ്ങൾ വന്ന് പെടണതേ. ആ, ഞാൻ വന്ന് നോക്കിയപ്പോ എന്റെ കൂട്ടുകാരൻ പോയിട്ടില്ല, ഉറങ്ങിപ്പോയി. ഇത്രേ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്തൊരു ഉറക്കം. 1 മണിക്കൂറോടെ ഞാൻ വാതിൽ തട്ടി നോക്കിയിട്ടുണ്ട്. വന്നേ. എന്താ ഇത്? വാതില് തട്ടുന്നത് കേട്ട് നോക്കിയപ്പോ അയാളതാ പുറത്തു നിൽക്കുന്നു. കൂട്ടുകാരനാന്ന് പറഞ്ഞല്ലേ താക്കോല് വാങ്ങിയത്. എന്നിട്ട് എന്നെ കണ്ടാലോ? ഞാൻ നോക്കിയപ്പോ ഇവിടെ കുറെ താടിയും മുടിയൊക്കെ ഇരിക്കുന്നു. പെട്ടെന്ന് ഞാനതെല്ലാം എടുത്തു വെച്ച് ഇവിടെ കിടന്നൊരു ഷർട്ടും എടുത്തിട്ടു. അയക്കെന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. കണ്ണ് ശരിക്കും കാണുന്നില്ല എന്നാ തോന്നുന്നത്. കണ്ണ് കാണുന്നവർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഈ ഷർട്ടും മാറ്റാം. ഈ ഷർട്ട് കേട്ടോ. കുറെ നാളായിട്ട് പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തോണ്ട് ഭയങ്കര കടുപ്പം. ഇപ്പോഴോ? നീ പോയി ആ കടയിൽ നിന്ന് 2 ചായ വാങ്ങിച്ചോണ്ട. അല്ല, പൈസ വേണ്ട. മറക്കണ്ട, ആൺകുട്ടിയാ. രണ്ട് ചായ. മഹാരാഷ്ട്രയിൽ നിന്ന് തുണികളും എടുത്ത് വൈദ്യനാഥൻ തിരുപ്പൂരെത്തുന്നതുവരെ നീ ഇനി ആൺകുട്ടിയാ. 10 ദിവസം എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരല്ലേ, 2-3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആയെന്ന് വരും. ഞാൻ പറഞ്ഞാൽ നിനക്ക് അവൻ്റെ ബനിയും കമ്പനി ജോലി കിട്ടും, ഉറപ്പാ. അപ്പോഴത്തേക്കും ഇവിടുത്തെ പുകിലൊക്കെ അങ്ങ് തീരുകയും ചെയ്യും. ഇനി പഴയ പോലെ പേടി, സങ്കോചം ഇതൊന്നും പാടില്ല. നല്ല സ്മാർട്ടായിരിക്കണം. എന്നെ കണ്ടാ കിണ്ണം കട്ടു എന്ന് പറയുമെന്ന ഭാവത്തിൽ നടന്നാൽ ഇപ്പൊ നീ മാത്രമല്ല ഞാനും അകത്താവും. കുറ്റം ചെയ്യുന്നവരെ പോലെ തന്നെ തെറ്റുകാരാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർ. An abettor is as guilty as the criminal. മനസ്സിലായോ? മനസ്സിലാക്കണ്ട. നിനക്കൊരു പേര് വേണ്ടേ? മുരുകൻ മതി. അയ്യേ, എൻ്റെ സുഹൃത്തിൻ്റെ അനിയനാവുമ്പോ നമുക്ക് ഈ മുരുകനെ ഒന്ന് മലയാളി കഴിച്ചാലോ? വേലായുധൻ. വേലായുധൻ കുട്ടി അതെങ്ങനെയുണ്ട്? മതി. വേലായുധൻ കുട്ടി എന്നല്ല, എന്തോ വേലായുധൻ കുട്ടി എന്തോ. എവിടെയാടാ പെണ്ണ്? എനിക്കൊന്നും അറിയത്തില്ല സാർ. എന്നെ തല്ലല്ല സാർ. സാർ സത്യമായിട്ടും എനിക്കൊന്നും അറിയത്തില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും നോക്കട്ടെ. എവിടെയാടാ പെണ്ണെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നത്? ഏതാ അമ്മേ പ്രേമേട്ടന്റെ കൂടെ ഒരു ചെറുക്കൻ? ചെറുക്കനോ? ആ, ഒരു സുന്ദര കുട്ടപ്പൻ. ഞാൻ അവിടെ ഉള്ളപ്പോഴേ രണ്ടാളും കൂടി കയറി വന്നത്. എന്നാ പിന്നെ നിനക്ക് ചോദിക്കായിരുന്നില്ലേ പ്രേമനോട്? ഞാൻ ചോദിച്ചില്ല. ആ, അവരുടെ ഏതെങ്കിലും പരിചയക്കാരായിരിക്കും. അയാൾ അവിടെ ആക്കിയിട്ട് പ്രേമേട്ടൻ പോവുകയും ചെയ്തു. കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ട്. നീ ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞു വിരിച്ചിട്. ഒന്ന് പിടിച്ചേ. പഞ്ചസാര ആ ടിന്നിലുണ്ട്. അത് കൊള്ളാം.
വിരുന്നുകാരനെ കൊണ്ടാണോ മാഷ അടുക്കളപ്പണി ചെയ്യിപ്പിക്കുന്നേ? ഏയ് വിരുന്നുകാരനൊന്നുമല്ല, പ്രേമന്റെ ഒരു പരിചയക്കാരന്റെ അനിയനാ. ആഹാ. അവന് ഞാനൊരു കട്ടൻ ചായ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് സമ്മതിക്കുന്നില്ല. അവിടുത്തെ ഒരു ഗ്ലാസ് കൂടെ എടുത്തോ സീതമ്മേ. ഓ എനിക്ക് വേണ്ട മാഷെ. എടാ നിന്നെ ഈ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ. ആ എങ്ങനെ കാണാനാ, ആ. ഇവന്റെ നാട് ഇവിടെ അടുത്തൊന്നും അല്ല, പിന്നെ തിരുവനന്തപുരത്തു നിന്നും പോണം. ഓ പണി അന്വേഷിച്ച് നടക്കുമായിരുന്നു. വന്നു പെട്ടത് പ്രേമന്റെ മുന്നിൽ. ചേട്ടനെ വിവരം അറിയിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. കൊണ്ടുപോകുന്നവരെ ഇവിടെ നിൽക്കട്ടെ. എന്താടാ നിന്റെ പേര്? വേലായുധം കുട്ടി. വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. നിന്റെ ശബ്ദത്തിന് എന്താടാ ഒരു കനവില്ലാത്തെ? ഞാൻ ഇപ്പോഴവനോടത് പറഞ്ഞതേ ഉള്ളൂ. ആ, പണ്ട് ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ ഒരു മാഷുണ്ടായിരുന്നു. ആ. ക്ലാസ് എടുക്കുന്നത് പുറത്തുനിന്ന് കേട്ടാ പെണ്ണല്ലെന്ന് ആരും പറയില്ല. ആ. പേര് ഭാർഗവൻ എന്നാ, പക്ഷെ പിള്ളേരെ വിളിക്കുന്നത് ഭാർഗവി മാഷ് എന്നാ. നീ എന്തിനാടാ ഇവിടെ കിടന്ന് പരുക്കുന്നേ? വെളിയിലെങ്ങാനും പോയിരിക്കെ. ഒന്നും സൂക്ഷിച്ചോണേ മാഷെ. കാശും പണം ഒന്നും പുറത്തു വെക്കണ്ട. ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഒരു കണ്ണ് വേണം. വല്ല തുമ്പും കിട്ടിയോ ചായ? നീ ഇതപ്പോ വന്നു? പിള്ളേര് സ്കൂളിൽ വിട്ടേച്ച് ഞാൻ ഇങ്ങ് പോന്നു. കക്ഷിയാവൻ തന്നെ, ആ സീഡിക്കാരൻ പയ്യൻ. ആ. ബേബിക്കുട്ടി ചോദിച്ചപ്പോ അവൻ ആദ്യം ഉരുണ്ട് കളിക്കുകയായിരുന്നു. ASI ഒരുത്തനുണ്ട്, ഒരു പാലാക്കാരൻ. അവൻ നന്നായൊന്ന് പെരുമാറിയപ്പോ പയ്യൻ തത്ത പറയും പോലെ അങ്ങ് പറഞ്ഞു. തഞ്ചാവൂരുള്ള അവന്റെ ഏതോ ഒരു കൂട്ടുകാരന്റെ അടുത്തേക്ക് അയച്ചേക്കുക. പോലീസ് നാളെ അവനെയും കൂട്ടി തഞ്ചാവൂർക്ക് പോകുന്നുണ്ട്. ഭർത്താവേ, അവനെ കണ്ട അങ്ങനെ വല്ലതും തോന്നുവോ? ദീപം ദീപം എന്താ മാഷേ പുതിയ പതിവൊക്കെ? ആ ഇന്നാടാ ഇതൊരു വീടായത്. കാണുമ്പോ തന്നെ ഒരു ഐശ്വര്യം തോന്നുന്നില്ലേ? കയറി നോക്ക്. വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കി, വലിച്ചുവാരി കിടന്ന അലമാരെല്ലാം അടുക്കി ഒതുക്കി, തുണികളെല്ലാം കഴുകി ഉണക്കി, രാത്രിയിലേക്കുള്ള അത്താഴം വരെ റെഡി. ശരിക്കും ഒരു പെൺകുട്ടി വന്ന് കയറിയതുപോലെ. ദൈവമേ, കൈതൊഴാൻ കേക്കുമാറാകണേ, പാവമാമെന്നെ നീ കാക്കുമാറാകണേ. ഓ വേലായം കുട്ടിയെ നമുക്ക് പെട്ടെന്നൊന്നും വിടണ്ട, ഇവിടെ നിന്നോട്ടെ. ഈ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി ശരിയാക്കി കൊടുത്തൂടെ? അതൊന്നും പറ്റില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഫോൺ വന്ന ഉടനെ വിടണം.